ഞാൻ പറയുന്ന സാധനം വ്യക്തമല്ലെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ച പാട് എന്ത് ചെയ്യാ മ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ മലയാളം ക്ലാസ് ആണെന്ന്. അതിൻ്റെ അകത്ത് നമ്മുടെ രേവതി ടീച്ചറിനെ കുറിച്ച് പ്രത്യേകിച്ച് സ്വാഗതമൊന്നും പറയേണ്ട കാര്യമില്ല. രേവതി ടീച്ചർ നമ്മളിൽ ഒരാളാണ്. നമ്മുടെ വിദ്യാവീതി ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ രേവതി ടീച്ചർ നമുക്ക് നൽകുന്ന സഹായ സഹകരണങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് ടീച്ചറിനെ നമ്മൾ അങ്ങനെ ഒരു പുറത്തുനിന്ന് വന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറായിട്ട് ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. നമ്മളിൽ ഒരാളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളൂ. രണ്ടാമത് ഇപ്പൊ നിങ്ങൾക്ക് ചിലര് രണ്ടാമത്തെ റൗണ്ട് ക്ലാസ് കിട്ടുന്നവരുണ്ട്, ചിലർക്ക് ആദ്യമായിട്ട് ക്ലാസ് കിട്ടുന്നവരുണ്ട്, ചിലർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കിട്ടുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ 1 മണിക്കൂർ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ലെഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ അടുത്ത ലിങ്ക് വന്നിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലാസ്സിൽ കയറുക. ക്യാമറ, മൈക്ക് എന്നിവ നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരിക്കണം. അനാവശ്യമായിട്ട് ഓൺ ആക്കണ്ട. ടീച്ചർ പറഞ്ഞതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് ഓൺ ആക്കുക. ഓൺ ആക്കിയാൽ അപ്പൊ തന്നെ ഓഫാക്കാൻ അറിയാവുന്നവരെ ഓൺ ആക്കാവുള്ളൂ. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട രേവതി ടീച്ചറിന് വിദ്യാവിധിയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മുന്നേ പഠിച്ച ആൾക്കാരുണ്ട്, ആദ്യമായിട്ട് എന്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നവരുണ്ട്. എന്തെന്നെ ആയിക്കോട്ടെ, നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ മുമ്പിൽ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ഇപ്പൊ കേട്ടിട്ട് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. സോ മലയാളത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, 30 മാർക്കാണ് മലയാളത്തിനുള്ളത് അല്ലെ. ഈ 30 മാർക്കില് 10 മാർക്ക് വരുന്നത് ഗദ്യം പദ്യം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് എന്ന് നമുക്കറിയാം. ഈ 10 മാർക്ക് നിങ്ങളുടെ കയ്യില് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. 10 മാർക്ക് ഗദ്യം പദ്യം. ഒരു പാരഗ്രാഫ് തരുന്നു, ആ പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതും, പദ്യം തരുന്നു, ഒരു പദ്യം തരുന്നു, അത് വായിച്ചിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ 10 മാർക്കിന്റെ ചോദ്യം വരുന്നത്. ഈ 10 മാർക്ക് എല്ലാ ടീച്ചേഴ്സും, നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ എന്താ, ക്ഷമ ഉണ്ടായിരിക്കണം അല്ലെ. ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. കാര്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം, ചിന്തിക്കാനുള്ള കഴിവും ഉണ്ടാവണം. അപ്പൊ നിങ്ങളോട് ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി പണ്ട് നമ്മുടെ ബാച്ചിൽ പഠിച്ച ആളുകൾക്ക് അറിയാം, നമ്മളൊരു PYQ ചെയ്തു നോക്കിയിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് വായിച്ച് ഉത്തരം എഴുതിയിട്ടുണ്ട്, ഒരു കവിത വായിച്ചിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗദ്യത്തിനും പദ്യത്തിനും 10 മാർക്ക് നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തുക. 10ൽ ഒരു 9 മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പാരഗ്രാഫ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചോട്ടെ, കേട്ടിട്ട് 1നും 2നും ഒന്നും ഒരിക്കലും അത്ര ബുദ്ധിമുട്ടുള്ള പാരഗ്രാഫ് തരാറില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു തവണ പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് ചോദ്യത്തിലെ വരിയെ വായിക്കുക. ഈ വരി എവിടെയാണോ നമ്മുടെ ചോദ്യപേപ്പറിൽ ഉള്ളത് അതിനെ നിങ്ങൾ ഒന്ന് പെണ്ണ് വെച്ചിട്ടോ ഒരു പെൻസിൽ വെച്ചിട്ടോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. നിങ്ങൾ പാരഗ്രാഫ് വായിക്കുക, ചോദ്യം വായിക്കുക, എന്നിട്ട് ഉത്തരം എഴുതാനിരുന്നാല് നമുക്ക് അതാണോ ഇതാണോ അതാണോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾ ഒരു തവണ പാരഗ്രാഫ് വായിച്ചു, നിങ്ങൾക്കൊന്നും മനസ്സിലായി, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ രണ്ടാമതായിട്ട് ആ ചോദ്യം ഒന്ന് വായിക്കുക. എന്നിട്ട് ആ ചോദ്യത്തിലെ വരി നമ്മുടെ പാരഗ്രാഫിൽ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പണ്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തു നോക്കിയതല്ലേ അല്ലേ? ആണോ അല്ലയോ? ഓക്കെ. അപ്പൊ നമ്മളത് ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തിയൊരു സാധനമാണ്. ഒരു ചോദ്യം പോലും പുറത്തുനിന്നില്ല, അവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇനി കവിതയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പലർക്കും ഉണ്ടായ ഒരു തെറ്റായ ധാരണയാണ്, ഇത് കവിതയല്ലേ, കവിത എനിക്ക് വായിക്കാനുള്ള കഴിവില്ല, കവിത എഴുതാനുള്ള കഴിവില്ല. പലപ്പോഴും ഞാൻ പോലും പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് മലയാളം എടുത്ത് പഠിച്ചിട്ട് ഞാൻ പറയും, കവിതയല്ലേ, ബുദ്ധിമുട്ടല്ലേ അത് വായിക്കാൻ, ഈണം, താളം, അലങ്കാരം, ഉപമ ഇങ്ങനെയൊക്കെ വരുവല്ലേന്ന്. പക്ഷെ അതും നമ്മുടെ തെറ്റായ ഒരു ധാരണയാണ്. ഒരിക്കലും നിങ്ങൾക്ക് എന്തില്ല, കവിതയ്ക്കും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കവിത എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വതന്ത്രമായി എഴുതാൻ പറ്റുന്നതാ, സ്വതന്ത്രമായി വായിക്കാൻ പറ്റുന്ന ഒരു മലയാളത്തിലൊരു സാഹിത്യം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല അല്ലെ. അതായത് നോവല്, ചെറുകഥയൊക്കെ പറഞ്ഞാല് അതിന് അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്, അവിടത്തേക്ക് നമ്മൾ എത്തും. പക്ഷെ
കവിതയെ സംബന്ധിച്ചിടത്തോളം എന്താ, കവിതയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വായിക്കാം. എഴുത്തുകാരൻ ഉദ്ദേശിച്ച അർത്ഥമല്ല ഞാൻ വായിക്കുമ്പോ, ഞാൻ വായിക്കുന്ന അതേ അർത്ഥമല്ല കവിതാ മിസ് വായിക്കുമ്പോ, ആര് വായിക്കുമ്പോഴും ഒരേ അർത്ഥമല്ല. അതുകൊണ്ട് ചോദ്യകർത്താവിന് നന്നായിട്ട് അറിയാം ചോദ്യം എങ്ങനെയാ. കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കണ്ടാ അറിയാം, ഇല എന്തിനാണ് പൂവിനെ ചാഞ്ഞത്, പൂവ് എന്തിനായിരിക്കാം വള്ളിയെ തലോടിയത്, ഇവിടെ മേഘം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം, തുടങ്ങിയിട്ടുള്ള പൊതുവായിട്ടുള്ള ചോദ്യം. അതായത് ഏതൊരാൾക്കും കവിത വായിച്ചാല് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വരികളാണ് ചോദിക്കുന്നത്. ഉത്തരാധുനിക കവിത കൂടിയാണ്. എഴുത്തച്ഛൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ രാമായണത്തിലെയോ മഹാഭാരതത്തിലെയോ ഒന്നും പുരാണവും ഒന്നും അല്ല ചോദിക്കുന്നത്. ഉത്തരാധുനിക കവിതയാണ്. അലങ്കാരമില്ല, വൃത്തമില്ല, ഉപമിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അവിടെ നിങ്ങൾ വേണ്ടതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനൊറ്റ വഴിയേ ഉള്ളൂ, PYQ വായിച്ചു നോക്കുക. ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കൊരു പാരഗ്രാഫ്, ഒരു കവിത നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ, ചോദ്യത്തിന്റെ ഉത്തരം തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നിങ്ങൾ PYQ വായിക്കുക. അത് വായിക്കുമ്പോ പാരഗ്രാഫ് പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധന, റിപ്പീറ്റ് അല്ലല്ലോ, പിന്നെ എന്തിനാ ഇത് വായിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് പദശുദ്ധി പഠിക്കാനുണ്ട്, ഒറ്റപദം പഠിക്കാനുണ്ട്, വിപരീതം പഠിക്കാനുണ്ട്, പര്യായം പഠിക്കാനുണ്ട്. ഈ വക സാധനങ്ങൾക്കൊക്കെ ഒരുവിധം നമുക്ക് എവിടെ കിട്ടും, ഈ പറയുന്ന പാരഗ്രാഫ് വായിക്കുമ്പോ നമുക്ക് കിട്ടും. അതുപോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് കൂടി നേടിയെടുക്കാൻ പറ്റും. അപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ ഇന്ന് രാത്രി തന്നെ ഒരു PYQ എടുത്തിട്ട് കവിതയും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗദ്യഭാഗവും എങ്ങനെ വരുന്നു എന്നുള്ളത് വായിച്ച് ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ 10 മാർക്ക് വരുന്നത് നമ്മുടെ പെഡഗോജി ഭാഗം. 10 മാർക്ക് വരുന്നത് നമ്മുടെ പെഡഗോജി, ബോധനശാസ്ത്രം. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ഇന്ന് മാർക്ക് പിടിച്ചോ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ പെഡഗോജി. മലയാളത്തിൽ നിങ്ങൾക്ക് പെഡഗോജി വരുന്നുണ്ട്, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പെഡഗോജി വരുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റിനകത്തും പെഡഗോജിയിൽ നിന്നുള്ള ചോദ്യം ഇൻക്ലൂഡ് ആണ്. ഒരു സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ എങ്ങനെ പഠിപ്പിക്കാം, ഒരു അധ്യാപികയ്ക്ക് ഉണ്ടാവേണ്ട ഗുണം എന്താണ്, തുടങ്ങിയിട്ടുള്ള ചോദ്യം അവിടെ കാണാം. മലയാളത്തിലും അതുപോലെ തന്നെ ഭാഷ പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, മാതൃഭാഷ, ബോധനശാസ്ത്രം, ഭാഷാ സിദ്ധാന്തങ്ങൾ എങ്ങനെ വരുന്നു, 10 ബഹുകൽപ്പ ചോദ്യങ്ങൾ. അത് K1, K2, K3, K4 എല്ലാവർക്കും കോമൺ മലയാളം ഉണ്ടെങ്കിൽ അവിടെ ഒരു 10 ചോദ്യങ്ങൾ ഉറപ്പാണ്. ഈ 10 ചോദ്യങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ, ഭാഷാ പഠന സിദ്ധാന്തം, വ്യത്യസ്ത കഴിവുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഭാഷാപാഠം, പാഠ്യപദ്ധതി വിനിമയത്തിന്റെ രീതിശാസ്ത്രം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒരുപാട് ചോദ്യങ്ങള്, ഒരു 30 ചോദ്യത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അന്ന് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലെ. എന്നാൽ എല്ലാത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾക്ക് പെഡഗോജിക്ക് ഉത്തരം എഴുതണോ, നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങൾ ഒരു നല്ല ടീച്ചർ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, നിങ്ങൾ ഒരു നല്ല ടീച്ചർ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആണ്, നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആണ് എന്നുള്ള തോന്നല് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, മാറിയ കാലത്തിനനുസരിച്ച്, മാറിയ വിദ്യാഭ്യാസത്തിനനുസരിച്ച് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് നല്ല സൂപ്പർ ആയിട്ട് നേടാൻ പറ്റും. നമുക്ക് ഒരു, എവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ബുദ്ധിമുട്ടാക്കരുത്, ക്ലാസ്സിനെ ബുദ്ധിമുട്ടാക്കരുത്, മ്യൂട്ട് ചെയ്യുക, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ശരി, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമ്മൾ നല്ലൊരു ടീച്ചർ ആണെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന 10 മാർക്ക്, അത് തന്നെയാണ് നിങ്ങൾ സൈക്കോളജിയിൽ ഓൾമോസ്റ്റ് പഠിക്കുന്നത് അല്ലെ. അത് പഠിക്കുന്നതിന്റെ കണക്ഷൻ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. ഈ പെഡഗോജി പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടിസ്ഥാനം 10 ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ മാതൃഭാഷാ ബോധനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് കഴിഞ്ഞു വരുന്ന 10 മാർക്കില് വ്യാകരണം പ്ലസ് സാഹിത്യം വരുന്നുണ്ട്. വ്യാകരണം എന്നൊന്നും ഓർത്ത് പേടിക്കേ വേണ്ട. ഒരു വാക്യം ഏറ്റവും അടിപൊളിയായിട്ട് എങ്ങനെ എഴുതണം, അതെങ്ങനെ കുട്ടിയെ പഠിപ്പിക്കണം, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യാകരണത്തിന്റെ ക്ലാസ്. ഇത്ര മാത്രമേ നമുക്ക് 30 മാർക്കിന്റെ
മലയാളത്തിൽ പഠിക്കാനുള്ളൂ. അതിൽ 10 മാർക്ക് മാതൃഭാഷാ ബോധനശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സ് ആണ്, ഭൂരിഭാഗം ആൾക്കാരും അല്ലെ സർവീസിലുള്ള ടീച്ചേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കണക്ഷൻ വിട്ടുപോയി എന്നുള്ള പ്രശ്നം എന്തായാലും ഇവിടെ വരില്ല, മലയാളത്തിൽ വരില്ല. മലയാളത്തിൽ മാത്രമല്ല, പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കണക്ഷൻ ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിച്ച രീതിയല്ല ഇന്നത്തെ വിദ്യാഭ്യാസം അല്ലെ. നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ച രീതിയല്ല ഇന്നത്തെ വിദ്യാഭ്യാസം. നമ്മളും നമ്മുടെ ടീച്ചറിനെ റോൾ മോഡൽ ചെയ്ത് ആ പഴയ രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ നിങ്ങൾ പല ഉത്തരങ്ങളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റിപ്പിടിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരേ സമയത്ത് ഞാൻ ആരാ, ഒരു ടീച്ചറാണ് അല്ലെ. ഒരേ സമയത്ത് ഞാനൊരു ടീച്ചറുമാണ്, ഒരേ സമയത്ത് ഞാനൊരു വിദ്യാർത്ഥിയാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ആരാ, വിദ്യാർത്ഥിയാണ് അല്ലെ. വിദ്യയെ അർപ്പിക്കുന്നവനാണ്, വിദ്യയെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാ. അങ്ങനെയുള്ള ഒരു മൈൻഡോട് കൂടി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, കേട്ടിട്ട് ചോദ്യപേപ്പറിനെ കാണാൻ പാടുള്ളൂ. ഇപ്പൊ മലയാളത്തിന്റെ പെഡഗോജി ഒക്കെ വരുന്ന സമയത്ത് ഏത് പെഡഗോജി ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ടീച്ചറാണ് എന്നല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് എന്ന് വേണം ചിന്തിച്ചുത്തരം എഴുതാൻ. അപ്പൊ ഇന്ന് നമുക്കറിയാലോ വിദ്യാഭ്യാസ രീതി എങ്ങനെയാ, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതിയാണ് അല്ലെ. കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് ഇന്ന് അവലംബിക്കേണ്ടത്, അറിയാലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള വിദ്യാഭ്യാസ ചിന്തകളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ കണ്ടു വളർന്ന ആളുകളാണ് നമ്മൾ. അത് ഏതൊക്കെയായിരുന്നു? വേഗം പറഞ്ഞോ, വേഗം മൈക്ക് ഓഫ് ആക്കിക്കോ. 3 തരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളെ കണ്ട് വളർന്ന ആൾക്കാരാ നമ്മള്. അത് ഏതൊക്കെയാ? Yes. ഗുരുകുല വിദ്യാഭ്യാസ രീതി, വ്യവഹാരവാദം, ജ്ഞാനനിർവൃതിവാദം, യെസ്, ജ്ഞാനനിർവൃതിവാദം, ജ്ഞാനനിർവൃതിവാദം, അതെ, സാമൂഹ്യ ജ്ഞാനനിർവൃതിവാദം. സാമൂഹ്യ ജ്ഞാനനിർവൃതിവാദം. മൈക്ക് മ്യൂട്ട് ചെയ്തോ. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയാം, ഗുരുകുലാണ്, പ്രഭാഷണ രീതിയാണ്, അധ്യാപക കേന്ദ്രീകൃതമാണ്. പക്ഷെ നമ്മുടെ ചോദ്യ പേപ്പറിനകത്ത് ജ്ഞാനനിർമ്മിതിവാദം മലയാളത്തിൽ തന്നെ കൊടുക്കും, കൺസ്ട്രക്റ്റിവിസം, ജ്ഞാനനിർമ്മിതിവാദം, വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം, ബിഹേവിയറിസം. മൂന്നാമത്തത് ജ്ഞാനനിർമ്മിതിവാദം, മൂന്നാമത്തെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇങ്ങനെ 3 തരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ പഠിച്ച സമയത്ത് കുറച്ചുകൂടി എന്തായിരുന്നു, ക്ലാസ് മുറി അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു അല്ലെ. വ്യവഹാരവാദപ്രകാരമുള്ള ഒരു ക്ലാസ് മുറിയായിരുന്നു. കാരണം അധ്യാപകര് വരുന്നു, നമ്മൾ അധ്യാപകരെ ഭയങ്കര പേടിച്ചിരിക്കുക കുട്ടികള്. മാത്സ് ടീച്ചറാ വരുന്നേ, ഹിന്ദി ടീച്ചറാ വരുന്നേ, ഇംഗ്ലീഷാ വരുന്നേ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, പാട്ട് പാടിപ്പിക്കുന്നു, കഥ പറയുന്നു, എല്ലാവരോടും അഭിനയിക്കാൻ പറയുന്നു, ലേഖനം എഴുതിപ്പിക്കുന്നു. ഇതൊക്കെ എന്താ, പഴയ സിസ്റ്റം പ്രകാരമുള്ള ക്ലാസ് മുറിയാ. കുട്ടികളെ നിരന്തരം മീറ്റിങ്ങുകൾ വിളിച്ച് കുട്ടികളെ അപമാനപ്പെടുത്തുന്നു, കുട്ടികളെ ഉറക്കെ പരിഹസിക്കുന്നു, പാഠപുസ്തകത്തിൽ എന്താണ് അത് കുട്ടിയോട് കാണാപ്പാഠം പഠിച്ചിട്ട് വരാൻ പറയുന്നു. ഇതൊക്കെ എന്തായിരുന്നു, ബിഹേവിയറിസ്റ്റ് സങ്കല്പത്തിലുള്ള ഒരു ക്ലാസ് മുറിയാണ് അല്ലെ. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഒറ്റപദം പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്നുണ്ട് ഗുരുവിന്റെ ഭാവം ഗൗരവം അല്ലെ. ഒറ്റപദത്തിൽ അങ്ങനെ ഒരു സാധനം അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഗുരുവിന്റെ ഭാവം എപ്പോഴും എന്തായിരിക്കണം, ഗൗരവമായിരിക്കണം. ഒരിക്കലും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ നമ്മൾ എന്താ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ടീച്ചറും കുട്ടികളും ഇപ്പൊ എന്താ, വളരെ വളരെ സൗഹൃദപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു കാലത്തിന്റെ മാറ്റാണ്. അപ്പോ നമുക്ക് എന്താണ് വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം? താഴെ തന്നിരിക്കുന്നവയിൽ വ്യവഹാരവാദ പ്രകാരമുള്ള ക്ലാസ് മുറി ഏത്? വ്യവഹാരവാദപ്രകാരമുള്ള ഒരു അധ്യാപകന്റെ സ്വഭാവ സവിശേഷത എന്ത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ പെഡഗോജി പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ നമ്മുടെ ഒരു അടിത്തറ എന്ന് പറയുന്ന ഒരു സാധനം ഉറപ്പിക്കണം. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത്, ഏറ്റവും ആദ്യത്തെ വിദ്യാഭ്യാസ രീതി, ആദ്യകാല വിദ്യാഭ്യാസ രീതി ബിഹേവിയറിസ്റ്റ് രീതിയായിരുന്നു. വ്യവഹാരവാദം ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോവുക. വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം,
കുട്ടികളല്ല അവിടെ കേന്ദ്രം വരുന്നത്, അധ്യാപകരാണ്. അധ്യാപകര് കേന്ദ്രസ്ഥാനത്തിരിക്കുന്നു. അധ്യാപകര് കുട്ടികളെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. കുട്ടികൾ എന്ത് ചെയ്യുന്നു? അത് ദയവ് ചെയ്തൊന്ന് മ്യൂട്ട് ചെയ്യണേ, സമയം വേസ്റ്റ് ആക്കരുതേ. നീ പോയിക്കോ, പക്ഷെ എനിക്ക് പഠിച്ചാ മതിയെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അധ്യാപകരാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. അധ്യാപകരാണ് കേന്ദ്രസ്ഥാനത്ത്. അധ്യാപകര് കുട്ടികളെ പഠിപ്പിക്കുന്നു. കുട്ടികൾ അത് കാണാതെ പഠിക്കുന്നു. കുട്ടിയെ ഒന്നുമില്ല, ചേഷ്ടാവാദം പറയുന്നതാണ്. ബിഹേവിയറിസം പറയുന്നത് എന്താ? കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമാണ്. അതിലേക്ക് അധ്യാപകർ ഇങ്ങനെ അറിവ് നിക്ഷേപിച്ചു കൊടുക്കണം. അത് കുട്ടി പഠിക്കുന്നു, അവൻ മാർക്ക് നേടുന്നു, അവന്റെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പോകുന്നു, അവൻ തൊഴിൽ നേടുന്നു. ഇതാണ് വിദ്യാഭ്യാസം. ഇതായിരുന്നു ബിഹേവിയറിസം. ഇതിനെ അനുബന്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് പഠിക്കുന്ന ഓരോ തിയറിയും. പാവുലോന്റെ ചോദക പ്രതികരണ സിദ്ധാന്തം അല്ലെ, അവിടെ വരുന്ന തിയറികൾ വരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഓരോരുത്തരുടെയും തിയറികൾ ഈ വാദത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇത് കഴിഞ്ഞ ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോഴാണ് ജീൻ പിയാഷെ വന്നിട്ട് പറയുന്നത് എന്ത്? കുട്ടി ഒരിക്കലും ഒഴിഞ്ഞ പാത്രമല്ല, അത് തെറ്റാണ്. ഒരു കുട്ടി ജനിച്ചപ്പോ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ, ഒരു കുട്ടി ജനിക്കുന്നു, അവൻ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അവൻ പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു അല്ലെ. ചായ കുടിച്ച് ചായക്കപ്പ് വെക്കുന്ന സമയത്ത് ആ അടയാളം നോക്കി കുട്ടി പറയും ചന്ദ്രക്കലയാണ്, ഇത് അമ്പിളിമാമനാണ് എന്ന് പറയുന്നു. മുറ്റത്ത് കിടക്കുന്ന ഒരു വടിയെടുത്ത് കുട്ടി പറയാ ഇത് പാമ്പാണ്. ഇതെന്താ? ഇത് കുട്ടിയുടെ ചിന്തയാണ്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അറിവിനെ നിർമ്മിക്കുന്നുണ്ട്. അവൻ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അവൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കുട്ടികൾ കണ്ടുപിടിക്കുന്ന അറിവിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ആസ് എ ടീച്ചർ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഗുരുവിന്റെ ഭാവം ഗൗരവവും കൊണ്ട് കുട്ടിയെ പോയി ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച് കാണാപ്പാഠം പഠിപ്പിച്ച് പറയിപ്പിക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കുട്ടി എന്താണോ നിർമ്മിക്കുന്നത്, അവൻ എന്താണോ കണ്ടുപിടിക്കുന്നത്, അവന്റെ കഴിവെന്താണ് എന്നറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്കൂളില് ഗ്രേഡിംഗ് സിസ്റ്റം, മൂല്യനിർണയ രീതി തുടങ്ങിയ ഘടകങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ടൈം ടേബിള് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ടൈം ടേബിള് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങള്, മാനദണ്ഡങ്ങളൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നുണ്ട്. സ്കൂളിൽ വരുന്ന കുട്ടി ഒന്നും അറിയാണ്ടല്ല അവൻ വരുന്നത്. അവൻ ചുറ്റുമുള്ള കാഴ്ചകളും ചിന്തകളും ഒക്കെ കൊണ്ടാണ് അവൻ വരുന്നത്. അപ്പൊ അവനെ എന്ത് ചെയ്യുക? കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ള രീതിയുമായിട്ടാണ് ആര് വന്നത്? ജീൻ പിയാഷെ വന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വൈഗോട്സ്കി വരുന്നത് അല്ലെ. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ശരിയാണ് ജീൻ പിയാഷെ, നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്. എങ്ങനെയാ കുട്ടി അറിവ് നിർമ്മിക്കുന്നത്? കുട്ടി സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത്. പക്ഷെ അവന് അറിവ് കിട്ടുന്നത് എവിടുന്നാ? സമൂഹത്തിൽ നിന്നാണ്, ചുറ്റുപാടുകളിൽ നിന്നാണ്, മറ്റുള്ളവരുമായിട്ട് അവൻ സംസാരിക്കുമ്പോഴാണ് അല്ലെ. ഇതിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവൻ അറിവ് നേടുന്നത് എന്നുള്ള ആശയവുമായിട്ട് വൈഗോട്സ്കി വന്നു. ഈ 3 തിയറികളും നിൽക്കുന്ന സാഹചര്യത്തില് ഇന്ന് വൈഗോട്സ്കിയുടെ തിയറി പ്രകാരമുള്ള ഒരു പഠന അന്തരീക്ഷമാണ് എവിടെയുള്ളത്? സ്കൂളുകളിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ കുട്ടികളെ ഗ്രൂപ്പ് തിരിച്ച് പഠന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു സമയം കൊടുക്കുന്നു അല്ലെ. കുട്ടികളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലൈബ്രറി എന്നും പറഞ്ഞ് ഒരു സമയം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ വൈഗോട്സ്കി മുന്നോട്ട് വെച്ച ആശയത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ വീട് സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അറിഞ്ഞു കാണൂലേ നിങ്ങളെല്ലാരും? ഇല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വീട് സന്ദർശിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോ പോകേണ്ടി വരാറില്ലേ? ഇല്ലേ? പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വരുന്നത് ഏതാ? ഈ തിയറിയെ ഇങ്ങനെ അവലംബിച്ച് ഇങ്ങനെ വന്ന് വെച്ച് ടീച്ചർ ആരാണ്? കേവലം അവർക്ക് പഠിപ്പ് മാത്രം അല്ലെങ്കിൽ അറിവ് കൊടുക്കുന്ന ഒരാളല്ല. അതൊരു മെന്ററാണ്, ഒരു സപ്പോർട്ടറാണ്, ഒരു കൈത്താങ് നൽകുന്ന ആളാണ് എന്നുള്ള സാധനങ്ങളും ആശയങ്ങളും ഒക്കെ വരുന്നത് വൈഗോട്സ്കിയിൽ നിന്നാണ്. അതൊക്കെ നമ്മളിപ്പോ പഠിച്ചു പോവും. നിങ്ങൾ പെഡഗോജി പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? ഈ 3 ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെയാണ്. ഓക്കെ.
ഇനി ഇവിടെ നിന്ന് നമ്മുടെ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം നോക്കണേ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി പഠന നേട്ടങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, മൂല്യനിർണയം തുടങ്ങിയ മേഖലകളിൽ വരുത്തുന്ന ക്രമീകരണത്തിന് പറയുന്ന പേര് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി പഠന നേട്ടങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, മൂല്യനിർണയം തുടങ്ങിയ മേഖലകളിൽ വരുത്തുന്ന ക്രമീകരണത്തിന് പറയുന്ന പേര് ക്രിയാഗവേഷണം, അനുരൂപീകരണം, സമായോജനം, ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ ഇതിന്റെ ഉത്തരം എന്തുവാ? അനുരൂപീകരണം. യെസ്, ഇതിന്റെ ഒറ്റ ഉത്തരേ ഉള്ളൂ, അനുരൂപീകരണം. കേട്ടറ്റിന്റെ ചോദ്യപേപ്പർ നോക്കുമ്പോ നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു വേർഡാണ് അനുരൂപീകരണം എന്ന് പറയുന്നത്, അല്ലെ? അനുയോജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും യോജിച്ചത്, അനുയോജ്യമായത്, ഏറ്റവും യോജിച്ചത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് അനുരൂപീകരണം എന്ന് പറയുന്ന ഒരു വാക്ക് എവിടെ കാണാം? നമ്മുടെ മലയാളത്തിന്റെ പേപ്പറിൽ പെഡഗോജിയുടെ ഏത് ഭാഗം പഠിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസം ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, അല്ലെ? ഒരുപാട് മാറ്റം വന്നു. അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സങ്കുലിത വിദ്യാഭ്യാസം ഉണ്ട്, സങ്കുലിത വിദ്യാഭ്യാസം ഉണ്ട്, അല്ലെ? ഇതൊക്കെ നമുക്ക് പറയാം. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഉണ്ട്. ഈ വരുന്ന സമയത്ത് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസ രീതിയാണ് നമുക്കിന്ന്. നമ്മൾ എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെ? ഒരു ക്ലാസ് മുറിയിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നത്? ക്ലാസ് എടുക്കാൻ വരുന്നത്. അങ്ങനെ വരുമ്പോ ടീച്ചർ സ്വീകരിക്കേണ്ടത് എന്താണ്? അനുരൂപീകരണം നടത്തും, അല്ലെ? കുട്ടികൾക്കായിട്ട് അവർക്ക് എല്ലാവർക്കും പഠന നേട്ടങ്ങൾ എത്തണം എന്ന് കരുതി ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? കൂടുതലും കുട്ടികൾ പിന്നോക്കം നിൽക്കുന്നതാണ്, അപ്പൊ ഞാൻ ഏറ്റവും സ്ലോ ആയിട്ട് ക്ലാസ് എടുക്കാന്ന് വിചാരിക്കാൻ ടീച്ചർക്ക് പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ക്ലാസ്സിനകത്ത് പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് ഉണ്ട്, അല്ലെ? പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾ, ഒരു പെട്ടെന്ന് ആശയങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കുന്ന കുട്ടികളുണ്ട്, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്, വളരെ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ കൂടി ബാലൻസ് ചെയ്ത് ഒരു ടീച്ചർക്ക് ക്ലാസ് ബോറടിക്കാതെ കൃത്യമായിട്ടൊരു പഠന നേട്ടം അവരിലേക്ക്, എന്തെങ്കിലും ഒരു കാര്യം അവരിലേക്ക് എത്തിക്കണം എന്നുദ്ദേശിച്ച് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? പല പ്രശ്നങ്ങൾ നേരിടും. ഇതിന് ഈ മേഖലകളിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയാണ് അനുരൂപീകരണം. അനുരൂപീകരണം എന്ന് പറഞ്ഞാൽ മാറ്റം അടിസ്ഥാനമാക്കി എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തത്തക്ക വിധത്തില് എന്ത് ചെയ്യുന്നു? പഠന പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുന്ന രീതിയാണ് എന്ത് പറയുന്നത്? അനുരൂപീകരണം. അതെങ്ങനെയാണ് എല്ലാ കുട്ടികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പഠന പ്രവർത്തനം കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അനുരൂപീകരണം എന്താന്ന് നോക്കിയല്ലേ? ഓക്കെ അല്ലേ? അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ബുദ്ധിപരമായ വെല്ലുവിളികള്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികള് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വലിയ 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 അസുഖങ്ങളൊന്നും തോന്നരുത്. ഈ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികള്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികള് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഇതിൽ കാണുന്ന എല്ലാ കുട്ടികളും ഉൾപ്പെടും കേട്ടോ. കേൾവിക്കുറവുള്ളവർ അതിൽ ഉൾപ്പെടും. പ്രത്യേക പരിഗണന കൊടുക്കേണ്ട കുട്ടിയാണ്. കാഴ്ച പരിമിതി, പരിമിതി എന്നുള്ള വാക്കുകൂടി ഞാൻ വീണ്ടും എടുത്തു പറയാണ്. പരിമിതി, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് പഠന പ്രവർത്തനം കൊടുക്കുമ്പോൾ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, പരിമിതി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? കുറഞ്ഞത്, കുറവ്, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ് എന്നുള്ള അർത്ഥത്തിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കേൾവിക്കുറവുള്ളവരുണ്ട്, കാഴ്ചപരിമിതി, കാഴ്ചക്കുറവുള്ളവരുണ്ട്, ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാരുണ്ടാവും, ചലനപരമായിട്ടുള്ള, ഇപ്പൊ നടക്കാൻ പറ്റാത്ത ആൾക്കാര്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, പഠന വൈകല്യങ്ങൾ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ളത്, പേശീപരമായ ബുദ്ധിമുട്ടുകള്, കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. പിന്നെ ഓട്ടിസം ബാധിച്ചിട്ട്
ആയിട്ടുള്ള കുട്ടികളുണ്ട്, സെറിബ്രൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും, ബഹുമുഖ മറ്റ് വൈകല്യങ്ങളുള്ള ആൾക്കാരുണ്ട്, വൈകാരിക അസന്തുലിതാവസ്ഥയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇതെല്ലാം എന്ത് തന്നെയാണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിഭാഗത്തിൽ ഉൾപ്പെടും കേട്ടോ. അപ്പൊ കേൾവിക്കുറവും കാഴ്ചക്കുറവൊക്കെ അതിനകത്ത് ഇല്ല എന്ന് കരുതരുത്, ഇവരൊക്കെ ഉൾപ്പെടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വൈഗോട്സ്കിയുടെ ആശയങ്ങളൊക്കെ തന്നെ ഇപ്പൊ സ്കൂളിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളിലൊക്കെ ഉപകരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, CWSN ഫുൾ ഫോം ചോദിക്കാം. CWSN ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ് CWSN എന്ന് പറയുന്നതിന് ഫുൾ ഫോം കേട്ടോ. CWSN ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. മലയാളം നോക്കിയേ, സവിശേഷ ശ്രദ്ധയും പഠന സഹായവും പരിരക്ഷയും ആവശ്യമുള്ളവർ. അവരെയാണ് നമ്മൾ എന്ത് പറയാ? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അല്ലെ. ആ സവിശേഷ ശ്രദ്ധയും പഠന സഹായവും പരിരക്ഷയും ആവശ്യമുള്ളവർ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അങ്ങനെ പ്രത്യേകമായിട്ട് പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള വിദ്യാലയത്തെ നമ്മൾ പറയും, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഒറ്റ പേരേ ഉള്ളൂ, സ്പെഷ്യൽ സ്കൂളാണ്. ഇത്രയും ക്ലിയർ അല്ലേ? പിടി കിട്ടുന്നുണ്ടല്ലോ? ക്ലിയർ ആയി മിസ്സേ. ഓക്കെ, ശരി. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസത്തിലെ രണ്ട് രീതിയുണ്ട് അല്ലെ, ഇൻക്ലൂസീവ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഉണ്ട്. ഇവിടെ രണ്ട് രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ക്ലാസ് മുറികളെല്ലാം തന്നെ ഇന്ന് ഇൻക്ലൂസീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസ രീതിയാണ്. നമ്മൾ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന പ്രത്യേക വിഭാഗമായിട്ട് നമ്മൾ അവരെ മാറ്റിയിരുത്തുന്നില്ല. അങ്ങനെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ മാറ്റിയിരുത്തിയാൽ തന്നെ അതിന് ഒറ്റ സ്കൂളേ ഉള്ളൂ, അത് സ്പെഷ്യൽ സ്കൂളാന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഉൾപ്പെടുത്തുന്ന രീതി തന്നെ രണ്ട് തരത്തിലുണ്ട്. അതാണ് ഒന്ന് സംയോജിത വിദ്യാഭ്യാസം, മറ്റൊന്ന് സങ്കലിത വിദ്യാഭ്യാസം. അതില് സംയോജിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നോക്കിയേ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ പ്രവേശിപ്പിച്ച് പ്രത്യേകം സജ്ജമാക്കിയ ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിച്ചാൽ അത് സംയോജിത വിദ്യാഭ്യാസം എന്നും, മറ്റ് കുട്ടികളോടൊപ്പം പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെയും ഒരേ ക്ലാസ് മുറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചാൽ അത് സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയും. അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ മാത്രമായിട്ട് നമ്മളൊരു സ്കൂള് തുടങ്ങി അവിടെ അവരെ കൊണ്ട് ഇരുത്തിയാൽ അത് എന്തായി? അത് സ്പെഷ്യൽ സ്കൂളായി. എന്നാല് ഇന്ന് നമുക്ക് പൊതുവിദ്യാലയങ്ങളാണ്. ഈ പൊതുവിദ്യാലയത്തെ വെച്ച് നോക്കുമ്പോ പൊതുവിദ്യാലയങ്ങളില് നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികളെ പഠിപ്പിക്കുമ്പോ എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്. പൊതുവിദ്യാലയത്തിൽ രണ്ട് രീതിയിൽ നമ്മൾ കുട്ടികളെ ക്ലാസ്സിൽ കയറ്റാറുണ്ട്. എങ്ങനെ? ഒന്ന് സംയോജിത വിദ്യാഭ്യാസവും ഒന്ന് സങ്കലിത വിദ്യാഭ്യാസവും. സംയോജിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ എന്ത് ചെയ്യുന്നു? പൊതുവിദ്യാലയം തന്നെയാണ്, എല്ലാവരും പഠിക്കുന്ന സ്കൂളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികളെ എന്ത് ചെയ്യും? ഒരു പ്രത്യേക ക്ലാസ് മുറി എടുക്കി ആ ക്ലാസ് മുറിയിൽ അവരെ ഇരുത്തി അവരെ പ്രത്യേകം പഠിപ്പിച്ചു കഴിഞ്ഞാല് അതെന്തായി? സംയോജിത വിദ്യാഭ്യാസമായി. അതിന് പകരമായിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ എല്ലാ കുട്ടികളെയും കൂടി, ഇപ്പൊ 40 കുട്ടികളും 60 കുട്ടികളും ഒക്കെ ഉള്ള ഒരു ക്ലാസ്സില് ചില കുട്ടികൾ എന്താ, ഇപ്പം നമ്മള് ക്ലാസ്സില് IED എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുട്ടികളുടെ ഒരു പ്രത്യേക വിഭാഗത്തൊക്കെ ഇരുത്താറില്ലേ? ഇതൊക്കെ എന്താണ്? സങ്കലിത വിദ്യാഭ്യാസമാണ്. പഠനത്തില് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, എല്ലാ കുട്ടികളെയും പ്രത്യേക പരിഗണന, ശാരീരികമായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ മാനസികമായിക്കോട്ടെ, ബുദ്ധിപരമായിക്കോട്ടെ, ഏത് തരത്തിലും ആയിക്കോട്ടെ, ഇവരെയൊക്കെ നമ്മൾ ഒന്നിച്ചിരുത്തി ഒന്നിച്ചവരെ പഠിപ്പിച്ചാല് അത് സങ്കലിത വിദ്യാഭ്യാസം. അവരെ പ്രത്യേകം ഒരു പൊതുവിദ്യാലയത്തിൽ പ്രത്യേകം ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിച്ചാൽ അത് സംയോജിത വിദ്യാഭ്യാസം. ക്ലിയർ ആണല്ലോ സങ്കലിതം സംയോജിതവും? അത് രണ്ടിനും ഇംഗ്ലീഷ് ഒന്ന് പറയാമോ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇതാണോ? ഇൻക്ലൂസീവ് സങ്കുലിത വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. സംയോജിത ആണെങ്കിൽ അത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആയി. ഓക്കെ ആണല്ലോ? ഓക്കെ, ശരി. ഇനി അടുത്തത് നോക്കിക്കേ, ബ്രെയിലി ലിപിയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടി? ഞാൻ കുറച്ച് സ്പീഡിലൊക്കെ പോകുന്നുണ്ടാകും, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? നമുക്ക് 1 മണിക്കൂറേ സമയമുള്ളൂ, കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും വലിയ പോർഷൻ തീർക്കണം. ഓക്കെ ആണല്ലോ അല്ലേ? ആ,
അടുത്ത നോക്കിക്കേ, ബ്രെയിലി ലിപിയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ആ ബ്രെയിലി ലിപി ഉപയോഗിക്കുന്ന ആൾക്കാ പൂർണ്ണമായിട്ടും കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബ്രെയിലി ലിപി എന്ന് പറയുന്നത്, ബ്രെയിലി ലിപി നമുക്കറിയാം അല്ലെ, എന്താ ബ്രെയിലി ലിപി? ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അക്ഷരങ്ങളൊക്കെ എടുത്ത് ഒരാൾക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇത് വായിക്കാനും മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ പറ്റുന്ന പുസ്തകങ്ങളാണെങ്കിൽ നമുക്ക് ബ്രെയിലി ലിപി എന്ന് പറയാം. അതായത് അവർക്ക് പൂർണ്ണമായിട്ടും കാഴ്ചശക്തി ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള പുസ്തകമാണ് ബ്രെയിലി ലിപിയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ കേട്ടോ. ബ്രെയിലി ലിപി ആർക്കാണ്? പൂർണ്ണമായും കാഴ്ചശക്തി ഇല്ലാത്തവർക്ക്. അങ്ങനെ വരുമ്പോൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന ക്ലാസ്സിലെ എങ്ങനെ പഠിപ്പിക്കാം? കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണ് എങ്കിൽ ചോദ്യം റിപ്പീറ്റഡ് ആണ്. മലയാളത്തിൽ കൂടുതൽ കാഴ്ച പരിമിതി, കേൾവി പരിമിതി ഇതാണ് കാണാറ്. അപ്പൊ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് എന്റെ മിസ്സേ ഒന്നോ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ കാഴ്ച പരിമിതി എന്നാണ് അവിടെ കാണുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? കുട്ടികൾക്ക് എങ്ങനെ പഠന പ്രവർത്തനം കൊടുക്കാം? ഒന്ന് വലിപ്പമുള്ള അക്ഷരത്തില് എഴുതണം. പിന്നെയോ ശ്രവണ സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തണം അല്ലെ? കുട്ടികൾക്ക് മാക്സിമം ശ്രവണം ശ്രവിക്കാനുള്ള സാധനങ്ങൾ പ്രയോജനപ്പെടുത്തുക. മാഗ്നിഫയർ പോലുള്ള ഉപകരണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. മാഗ്നിഫയർ പറയുമ്പോൾ എന്താ? നമുക്ക് 3D എഫക്റ്റില് അക്ഷരങ്ങളെ കാണാൻ പറ്റുക, വായിക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ മാഗ്നിഫയർ പോലുള്ള ഉപകരണം കൊടുക്കാം. പിന്നെ കണ്ണടകള്, ലാർജ് പുസ്തകങ്ങള്, വലിയ വലിയ പുസ്തകങ്ങള്, ഇത് വലിയ ഫോണ്ടിൽ അച്ചടിച്ച പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വായിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങളോട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, കാഴ്ച പരിമിതി, കാഴ്ച കുറവ് എന്ന് മാത്രം പരിഗണിക്കുക. 2 രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വായന സാമഗ്രികൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ എങ്ങനെ പഠനത്തില് സഹായിക്കാം എന്നൊക്കെ വരുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം പരിമിതി കുറവാണ് എന്നുള്ള അർത്ഥം. ഇനി ഇതേപോലെ ചോദിക്കുന്നതാണ് കേൾവിക്കുറവ് അല്ലെ? അപ്പൊ കേൾവിക്കുറവുള്ള കുട്ടികളാണെങ്കിലോ ആ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ഒരു ടീച്ചർക്ക് ചെയ്യാം? അധ്യാപകരുടെ സമീപത്തിരുത്താം, ഉച്ചത്തിൽ സംസാരിക്കാം, അതുപോലെ അംഗചലനങ്ങൾ, മുഖഭാവങ്ങൾ, ആംഗ്യത്തിലൂടെയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. കൂടുതലും കുട്ടികൾക്ക് ദൃശ്യാനുഭവം, കണ്ണുകൊണ്ട് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ എങ്കിൽ പോലും നമുക്ക് അവിടെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു PYQ ക്വസ്റ്റ്യൻ നോക്കിയേ. ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജിൽ ഉൾപ്പെടാത്തത് ഇതാരാ? ഇത് കൊറേ നേരമായല്ലോ. പേരെന്തായിരുന്നു? സൗണ്ട് വരുന്നത്? ഓക്കെ, അടുത്തത്. ഇനി ഇങ്ങനെ മൈക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ ക്ലാസ് പിന്നെ പുറത്താക്കി പിന്നെ ആഡ് ചെയ്യാൻ പാടായിരിക്കുവേ, കാരണം ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. അടുത്തത് നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജിൽ ഉൾപ്പെടാത്തത് ഏത്? ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജിൽ ഉൾപ്പെടാത്തത് ഏത്? പഠന പ്രക്രിയയുടെ വിശദാംശങ്ങൾ, ഉപയോഗിച്ച പഠനതന്ത്രങ്ങളെ കുറിച്ച് അധ്യാപികയുടെ വിലയിരുത്തൽ, കുട്ടികളുടെ ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ, പഠനോപകരണങ്ങളെ കുറിച്ചുള്ള ധാരണ, പഠനോപകരണങ്ങളെ കുറിച്ചുള്ള വിവരണം. ഇതില് ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജിൽ ഉൾപ്പെടാത്തത് ഏതാ? വേഗം പറഞ്ഞോ. പഠന പ്രക്രിയയുടെ വിശദാംശങ്ങൾ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ശരി, അപ്പൊ നിങ്ങള് മനസ്സിൽ, നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, നമ്മളെല്ലാരും ഈ പറയുന്ന ലെസൺ പ്ലാനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളവരാണ് അല്ലെ? ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ലെസൺ പ്ലാൻ അല്ലെ? ആ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചിങ് മാനുവൽ. ഈ ടീച്ചിങ് മാനുവല് 1 മണിക്കൂർ ഒരു ടീച്ചർ ക്ലാസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ഈ 1 മണിക്കൂറിൽ ടീച്ചർ എന്താണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ടീച്ചർ എന്തൊക്കെ നേട്ടങ്ങൾ കുട്ടികളിൽ എത്തിച്ചു, എന്തൊക്കെ പ്രവർത്തനങ്ങൾ കുട്ടികൾ ചെയ്തു,
കുട്ടികൾ ഇതിൽ നിന്ന് ഈ 1 മണിക്കൂർ കൊണ്ട് കുട്ടി എന്ത് നേടി, ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ നമ്മൾ എന്ത് ചെയ്തത്, തയ്യാറാക്കി പോകുന്നത് അല്ലെ. ഈ ലെസൺ പ്ലാൻ ഉണ്ട്, യൂണിറ്റ് പ്ലാൻ ഉണ്ട്, ഇയർ പ്ലാൻ ഉണ്ട്. ഓരോ വർഷവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര കാര്യങ്ങൾ തീർക്കണം, അവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ എന്താണ്, പരീക്ഷാ കലണ്ടറും കാര്യങ്ങളൊക്കെ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. യൂണിറ്റ് തീരേണ്ടത് എപ്പോഴാണ്, യൂണിറ്റ് കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം എന്തൊക്കെ ദൈനംദിന ആസൂത്രണം അല്ലെ, ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 2 കോളാണ് ടീച്ചിങ് മാനുവലിൽ നമ്മൾ എഴുതുന്നത്. അതിലൊന്ന് പ്രക്രിയയും മറ്റൊന്ന് പ്രതികരണവുമാണ്. പ്രക്രിയ പേജും ഉണ്ട്, പ്രതികരണ പേജും ഉണ്ട്. പ്രക്രിയ പേജിനകത്ത് നമ്മൾ കൊടുക്കുന്നത് എന്താ, പ്രവർത്തനം 1 ആമുഖം എന്ന് പറയും. എന്നിട്ട് ആമുഖം എന്താണോ നമ്മൾ കുട്ടിക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത്, പ്രവർത്തനം 1, പ്രവർത്തനം 2, പ്രവർത്തനം 3. അതിനിടയിൽ പഠനോപകരണങ്ങള്, പഠന നേട്ടങ്ങള്, ബോധനോദ്ദേശം, ബോധന ലക്ഷ്യം, കുട്ടി പാഠവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വേർഷൻ നമ്മൾ എഴുതുന്നത് എവിടെയാ, പ്രക്രിയ പേജിലാണ് അല്ലെ. ആമുഖം ആദ്യം തന്നെ ടീച്ചർ കുട്ടിക്ക്, നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ, ടീച്ചർ കുട്ടിയെ വന്ന് കുട്ടിയെ പൊതുവായിട്ടുള്ള സംഭവങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നു, അതെങ്ങനെ കുട്ടി പഠിപ്പിക്കുന്നു. പ്രവർത്തനം 1 കുട്ടിയെ കൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതിന്റെ താഴെ ടീച്ചർ ക്രോഡീകരണം നടത്തുന്നു, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇതിലൂടെ കുട്ടിക്ക് ഉണ്ടാവുന്ന അറിവ് ഇന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ വേർഷൻ തുടർ പ്രവർത്തനം വരെ എഴുതുന്നത് പ്രക്രിയ പേജിലായിരിക്കും. അവിടെ പഠന നേട്ടമുണ്ട്, പഠന സാമഗ്രികൾ ഉണ്ടാവും, പഠന ഉപകരണം ഉണ്ടാവും, എല്ലാം എഴുതി വെക്കും. തൊട്ടടുത്തുള്ള പ്രതികരണ പേജിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ശരിക്കും കുട്ടികളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ അല്ലെ. ഇപ്പൊ പഠന നേട്ടം ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, കുട്ടികൾക്ക് നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാം. അതിനുവേണ്ടി ഞാൻ കുട്ടികൾക്ക് ഒരു പ്രവർത്തനം കൊടുത്തു. എന്ത്, കുട്ടികൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരായിട്ട് വരിക, എന്നിട്ട് ഇവിടെ വന്ന് നിങ്ങളെ കുറിച്ച് ഇപ്പൊ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ കുട്ടികൾക്ക് കൊടുത്തത് എന്ന് ഞാൻ എഴുതുന്നു. എന്റെ ലക്ഷ്യം എന്താ, കുട്ടി നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പ്രതികരണ പേജിൽ എന്തെഴുതും, ഞാൻ ഈ ഒരു പ്രവർത്തനം കൊടുത്ത ഇതിന്റെ നേരെ എഴുതും, കുട്ടികൾ നന്നായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചു അല്ലെ, കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് കുട്ടികൾ ഇതിൽ ഇടപെട്ടേക്കുന്നത്, അവർക്ക് നവോത്ഥാന നായകന്മാരെ കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എവിടെ എഴുതും, പ്രതികരണ പേജിൽ എഴുതും. അതുപോലെ തന്നെ ഇനി ഇത് മാത്രമല്ല, കുറച്ച് കുട്ടികൾക്ക് കൂടി അറിവ് കുറവുണ്ട്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം എഴുതുമ്പോ, അടുത്ത പ്രാവശ്യം പഠന പ്രവർത്തനം കൊടുക്കുമ്പോ ഇന്ന സാധനം കൂടി ഉൾപ്പെടുത്തണം. ഇത് ഞാൻ എവിടെ എഴുതുക, പ്രതികരണ പേജില്. തുടർ പ്രവർത്തനം കൊടുത്താല് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാനത് കൊടുക്കുന്നത്, അത് കുട്ടികൾ എഴുതാൻ വേണ്ടി സമ്മതിച്ചോ, എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കുന്നത് എവിടെയാണ്, പ്രതികരണത്തിലാണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തലുണ്ട്, അധ്യാപികയുടെ കണ്ടെത്തലുണ്ടാവും, ടീച്ചറെ കുറിച്ചുള്ള വിലയിരുത്തലുണ്ട്, തുടർ പ്രവർത്തനത്തിന്റെ സാധ്യതയുണ്ട്. അപ്പൊ ലെസൺ പ്ലാൻ അല്ലെങ്കിൽ ടീച്ചിങ് മാനുവൽ എന്ന് കണ്ടാല് 2 കോളം ഉണ്ട് നോക്കാം. പ്രക്രിയ പേജ് ഉണ്ട്, പ്രതികരണ പേജ് അല്ലെങ്കിൽ വിലയിരുത്തല്. പ്രക്രിയ പേജിൽ ആമുഖ പ്രവർത്തനം, പ്രവർത്തനം 1, 2, 3, ക്രോഡീകരണം, പഠന നേട്ടം, പഠനോപകരണങ്ങള്, പഠന സാമഗ്രികളായിരിക്കും. തൊട്ടടുത്ത കോളത്തില് വിലയിരുത്തലും പ്രതികരണവും ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെ വരുമ്പോ ഈ പഠന പ്രക്രിയയുടെ വിശദാംശങ്ങൾ എവിടെ പോവും, പഠന പ്രക്രിയയുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് എവിടെ വരും, എവിടെ വരും, പ്രക്രിയ പേജോ. ഇനി ആ ഓപ്ഷൻ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. പഠന പ്രക്രിയയുടെ വിശദാംശങ്ങൾ. അടുത്തത് ഉപയോഗിച്ച പഠനതന്ത്രങ്ങളെ കുറിച്ച് അധ്യാപികയുടെ വിലയിരുത്തൽ. അടുത്തത് കുട്ടികളുടെ ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ. അടുത്തത് നോക്കിക്കേ, പഠനോപകരണങ്ങളെ കുറിച്ചുള്ള വിവരണം. ഇതിനകത്ത് പഠനോപകരണങ്ങളെ കുറിച്ചുള്ള വിവരണം. ഉത്തരം. യെസ്, ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എവിടെ വരും, എന്തായാലും ആൻസർ ഒന്നുകൂടെ ഒന്ന് ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചേ. പഠനോപകരണങ്ങളെ കുറിച്ചുള്ള പ്രക്രിയയുടെ വിശദാംശങ്ങൾ.
ആ ചോദ്യം പഠനോപകരണങ്ങളെ കുറിച്ചുള്ള വിവരണം എന്ന് നമ്മൾ പറയുമ്പോ എന്താ ഇവിടെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് ഓപ്ഷൻ എ തന്നെ പറയാം. കാരണം പഠനോപകരണങ്ങളെ കുറിച്ചുള്ള വിവരണം എന്ന് പറഞ്ഞ എന്താ, കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുത്തു എന്നല്ല, അതേ കുറിച്ചുള്ള വിവരണമാണ്. പഠനോപകരണം കൊടുത്തപ്പോ കുട്ടികൾ എങ്ങനെ അത് കൈകാര്യം ചെയ്തു, പഠനോപകരണങ്ങളെ കുറിച്ചുള്ള വിവരണം എന്നാണ് ഓപ്ഷനിൽ കൊടുത്തത്. പക്ഷെ ഇവിടെ കൂടുതൽ ആപ്റ്റ് ആയിട്ട് നിൽക്കുന്ന എന്താ, പഠന പ്രക്രിയയുടെ വിശദാംശങ്ങൾ. എന്താ അർത്ഥം? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങളോട് ചോദ്യം ചോദിച്ചു എന്ന് മാത്രം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ, പഠന പ്രക്രിയയുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നതും പഠന പ്രതികരണം, കുട്ടികളുടെ വിലയിരുത്തൽ. ബാക്കി മൂന്നും നോക്കിയേ. ഉപയോഗിച്ച പഠനതന്ത്രങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ എവിടെ? ഞാൻ ഇന്നതൊക്കെ ഉപയോഗിച്ച് അതിന്റെ വിലയിരുത്തൽ നടത്തുന്നത് പ്രതികരണം. സെറ്റ്. കുട്ടികളുടെ ശ്രദ്ധേയമായ പ്രതികരണം രേഖപ്പെടുത്തുന്നത് തന്നെ പ്രതികരണ പേജിലാണ്. പഠനോപകരണങ്ങളെ കുറിച്ചുള്ള വിവരണം അല്ലെങ്കിൽ വിലയിരുത്തൽ ഇവിടെ വരുന്നതും പഠനോപകരണം എങ്ങനെ കുട്ടികളിൽ ഉപകാരപ്പെട്ടു, എങ്ങനെ ഉപയോഗിച്ചു എന്നതിന്റെ വിവരണമാണ്. അതും വരുന്നത് പ്രതികരണത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പഠന പ്രക്രിയയുടെ വിശദാംശം എന്ന് പറഞ്ഞാൽ എന്തുവാ, ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി എന്താണോ അതിന്റെ വിശദീകരണം എന്നല്ലേ അർത്ഥം? അല്ലേ? ആണോ അല്ലയോ? അതെ ടീച്ചറെ, ഈ പഠന പ്രക്രിയയുടെ വിശദാംശം എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഔട്ട്കം ആണോ ഉദ്ദേശിക്കുന്നത്? ഔട്ട്കം അല്ല. ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്തുവാ, പഠന പ്രക്രിയയുടെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് കിട്ടി എന്നുള്ള സാധനം അത് തന്നെ. പഠന പ്രക്രിയയുടെ അല്ല, പഠന പ്രക്രിയയുടെ വിശദാംശം എന്ന് വെച്ചാല് ഒരു പാഠം ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത്, ഒരു പാഠം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഞാൻ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കും, എന്തൊക്കെ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനവും വന്നില്ലേ. അതിൽ ഇവിടെ പഠന പ്രക്രിയയുടെ വിശദാംശം, പഠിപ്പിക്കേണ്ടതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദീകരണം എന്ന് തന്നെയല്ലേ ചോദ്യം കൊടുത്തത്, വിശദാംശങ്ങളിൽ. അപ്പൊ അതില് എന്തൊക്കെ പ്രവർത്തനം കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെന്ന് വരും, പഠനോപകരണങ്ങൾ വരും, പഠന പ്രവർത്തനങ്ങൾ വരാറുണ്ട്, ബോധനോദ്ദേശം വരും, ബോധന ലക്ഷ്യം വരും, എല്ലാം ഉൾപ്പെടും. പിടികിട്ടിയോ? ആ ചോദ്യം സിമ്പിളാ, ഒന്ന് ശ്രദ്ധിച്ചാ മതി. നിങ്ങൾ ഒന്ന് കണ്ടിന്യൂ. ഉൾപ്പെടാത്തതാണല്ലോ. അപ്പൊ അതെ, ഉൾപ്പെടാത്തത്. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയണോ? വേണ്ട ടീച്ചർ, അടുത്തെടുത്തോളൂ. അതായത് ഒന്നുമില്ല സംഭവം. ടീച്ചിങ് മാനുവലിന്റെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്രക്രിയ പേജാണ്, ഒന്ന് പ്രതികരണ പേജാണ്. പ്രക്രിയ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താ, പഠന പ്രക്രിയകളുടെ വിശദാംശങ്ങൾ, അതായത് ടീച്ചർ ക്ലാസ്സിൽ പോകുന്ന സമയം മുതൽ ആമുഖ പ്രവർത്തനം, പ്രവർത്തനം 1, പ്രവർത്തനം 2, പ്രവർത്തനം 3, ക്രോഡീകരണം, പഠനോപകരണം, പഠന നേട്ടം, പഠന സാമഗ്രി, ബോധനോദ്ദേശം, ബോധന ലക്ഷ്യം തുടങ്ങിയ സാധനം മൊത്തം എഴുതുന്നത് പ്രക്രിയ പേജ്. രണ്ടാമത്തത് പ്രതികരണ പേജ്. അവിടെ പഠനോപകരണങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങള്, വിശദീകരണങ്ങൾ ടീച്ചർ കൊടുക്കും. പഠനോപകരണം ഞാൻ ഇന്നതൊക്കെ കൊടുത്തപ്പോ കുട്ടികളുടെ റിയാക്ഷൻ എന്തായിരുന്നു, എന്റെ സ്വന്തം വിലയിരുത്തൽ. ഇന്നൊരു സാധനം കൊടുത്തപ്പോ കുട്ടികൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, കുട്ടികളുടെ പ്രതികരണം എന്തായിരുന്നു, ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടത് എന്താണ് തുടങ്ങിയ സാധനം ഒക്കെ എഴുതുന്നത് വിലയിരുത്തൽ പേജിലായിരിക്കും. ബാക്കി പഠന പ്രക്രിയ എങ്ങനെ നടത്തണം എന്ന് മൊത്തം എഴുതുന്നത് പ്രക്രിയ പേജിലാണ്. അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. വിലയിരുത്തൽ അല്ലെങ്കിൽ പ്രതികരണ പേജില് കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തല്, അധ്യാപികയുടെ കണ്ടെത്തല്, തിരിച്ചറിവുകൾ മീൻസ് പഠനോപകരണങ്ങൾ എങ്ങനെ കുട്ടികൾ ഉപയോഗിച്ചു, ഇനി ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തണം തുടങ്ങിയ സാധനങ്ങള്, തുടർ പ്രവർത്തനം കൊടുത്തതിന്റെ സാധ്യത. ഇപ്പൊ ക്ലിയർ ആയി കാണുമല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഞാൻ അടുത്തൊരു ചോദ്യം നോക്കിയേ. താഴെ തന്നിരിക്കുന്നവയിൽ ജ്ഞാനനിർമ്മിതിവാദവുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? ഇത് ജ്ഞാനനിർമ്മിതിവാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ഞാൻ ആദ്യം പറഞ്ഞു ജ്ഞാനനിർമ്മിതിവാദം എന്താണെന്ന് പഠിക്കണം. നോക്കിയേ, ആവർത്തനത്തിലൂടെയാണ് ആശയങ്ങൾ പ്രബലനം ചെയ്യപ്പെടുന്നത്. കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ്. പഠനം എന്നത് ബാഹ്യചോദകങ്ങളോടുള്ള പ്രതികരണമാണ്. കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമാണ്. ആൻസർ വേഗം.
കുട്ടി അറിവിന്റെ അത് തന്നെ കുട്ടി അറിവിന്റെ നമ്മൾ പറഞ്ഞു ജ്ഞാനത്തെ നിർമ്മിക്കുന്നത് കുട്ടിയാണ്. ജ്ഞാന നിർമ്മിതി വാദം, കുട്ടിയാണ് അറിവ് നിർമ്മിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ എപ്പോഴും പഠിക്കുന്നത് ആവർത്തനമാണ്, അനുകരണമാണ്. കുട്ടി പഠിക്കുന്നത് ചുറ്റുമുള്ള ബാഹ്യ ചോദനങ്ങളോടുള്ള പ്രതികരണമാണ്, കുട്ടി ഒഴിഞ്ഞ പാത്രമാണ്. ഇത് മൂന്നും ബന്ധപ്പെട്ടിരിക്കുന്ന തിയറി ഏതാ? ഇത് മൂന്നുമായിട്ട് പറയാൻ പറ്റുന്നത് ബിഹേവിയറിസം, ബിഹേവിയറിസം, വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് മറ്റൊരു തിയറി കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ നോക്കിയേ, കുട്ടി ആവർത്തനത്തിലൂടെയുമാണ് ആശയങ്ങൾ പ്രബലനം ചെയ്യപ്പെടുന്നത്. ശരിയാണ്, ബിഹേവിയറിസം ആണ്. ആ ബിഹേവിയറിസത്തിനകത്ത് ഉൾപ്പെടുന്ന ഒരു തിയറിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സാധനമാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നത്. ആവർത്തനത്തിലൂടെയാണ് ആശയം പ്രബലനം ചെയ്യപ്പെടുന്നത്. ശരി. പിന്നെയോ, പഠനം എന്നത് ബാഹ്യചോദകങ്ങളോടുള്ള പ്രതികരണമാണ്. ഇതാരുടെ തിയറിയാ? ഇത് ആരുടെ തിയറിയിൽ ആര് പറയുന്ന? ചേഷ്ടാവാദാണ്. ബിഹേവിയറിസത്തിന്റെ കൈവഴികളിലൂടെ വളർന്നു വന്ന, അതിനെ അനുകൂലിക്കുന്ന, അംഗീകരിക്കുന്ന മറ്റൊരു സിദ്ധാന്തത്തിന്റെ വരികളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏതാത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അല്ലെ? അതായത് നമ്മുടെ ആരുടേത്? പാവ്ലോ. പട്ടിപ്പാവ്ലോ എന്നല്ലേ പറയാ? പട്ടിപ്പാവ്ലോ അല്ലെ? അതായത് പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അല്ലെങ്കിൽ അനുബന്ധ സിദ്ധാന്തം, ചോദക പ്രതികരണ സിദ്ധാന്തം അല്ലെങ്കിൽ അനുബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ഇത് മൂന്നും ആരതാണ്? ഒറ്റൊന്നാണ്. ഇത് മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം പാവ്ലോന്റെയാണ്. അപ്പൊ പാവ്ലോ മുന്നോട്ട് വെച്ച സാധനത്തിലെ വരികളാണ്. പാവ്ലോ ബിഹേവിയറിസത്തെ അല്ലെ, വ്യവഹാരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ പാവ്ലോ പറയുന്നത് എന്തുവാ? ഈ പഠനം എന്ന് പറയുന്നത് എപ്പോഴും എന്താ? അനുകരണമാണ്. അത് ആവർത്തനത്തിലൂടെ നമുക്ക് നേടാൻ പറ്റൂ. ആവർത്തനത്തിലൂടെയും അനുകരണത്തിലൂടെയാണ് ഈ എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്, എല്ലാവരും ആർജിച്ചെടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ ബാഹ്യ ചോദനങ്ങളോടുള്ള പ്രതികരണമാണ് കുട്ടിയുടെ പഠനം. പഠനം എന്ന് പറയുന്നത് ബാഹ്യ ചോദകങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആശ്രയിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പാവ്ലോ ഇത് സമർത്ഥിക്കാൻ ഒരു പട്ടിയെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തി അല്ലെ? പട്ടിക്ക് എന്താ ചെയ്തത്? പട്ടിക്ക് ഒരു ചിക്കൻ പീസ് കൊടുത്തു, തൊട്ടടുത്ത് ബെല്ലടിച്ചു. ഒരു ചിക്കൻ പീസ് കൊടുത്തു, തൊട്ടടുത്ത് ബെല്ലടിച്ചു. ഇത് കണ്ട് മൂന്നാമത്തെ ദിവസം പട്ടി എന്ത് ചെയ്യാണ്? മനസ്സിലാക്കാണ്. ബെല്ലടിച്ചു, ചിക്കൻ പീസ് കൊടുത്തു, ബെല്ലടിച്ചു, ചിക്കൻ പീസ് കൊടുത്തു. അപ്പോ മൂന്നാമത്തെ ദിവസം പട്ടി മനസ്സിലാക്കുവാണ് ഈ ബെല്ലടിച്ചാല് എനിക്കിപ്പോ എന്ത് കിട്ടും? ചിക്കൻ പീസ് കിട്ടും എന്ന് മനസ്സിലാക്കുകയും ചിക്കൻ വരുന്നതിന് മുമ്പേ ബെല്ലടിച്ചപ്പോ പട്ടിയുടെ വായിൽ എന്ത് വന്നു? ഉമിനീര് വരാനും തുടങ്ങി അല്ലെ? ഉമിനീര് വന്നും തുടങ്ങി. ഇതെന്താ? ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് പാകപ്പെട്ട് കഴിഞ്ഞു. ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാള് ഒരു ദിവസം 2-3 ദിവസം അടുപ്പിച്ച് 6 മണിക്ക് എഴുന്നേറ്റു. പിന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു? 6 മണിയാകുമ്പോഴേക്കും ആ ടൈം ആകുമ്പോഴേക്കും നമ്മൾ എഴുന്നേറ്റ് പോകുന്നു. ഇതെന്താ? അനുകരണാണ്. ആവർത്തനമായിരുന്നില്ലേ? ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാള്, അയാൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ അയാൾ സമയം നോക്കിയില്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യും? ഉൾവിളി വരും. 1 മണിയായി, നിനക്കിത് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി എന്ന് തോന്നും. ഇത്തരത്തിൽ എല്ലാം തന്നെയാണ്? അനുകരണമാണ്. എല്ലാം ആവർത്തനമാണ്. ഇങ്ങനെയാണ് എല്ലാവരും പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? പാവ്ലോ പറയുന്നത്. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അല്ലെങ്കിൽ അനുബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ചോദക പ്രതികരണ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിൽ പറയുന്ന 2 പോയിന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. ആവർത്തനത്തിലൂടെയാണ് ആശയങ്ങൾ പ്രബലനം ചെയ്യപ്പെടുന്നത്. പഠനം എന്നത് ബാഹ്യ ചോദകത്തോടുള്ള പ്രതികരണമാണ്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തൊരു PYQ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തൊരു PYQ. നിരന്തര മൂല്യനിർണയം എന്ന ആശയവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്?
നിരന്തര മൂല്യനിർണ്ണയം എന്ന ആശയവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? തുടർ പഠന ആസൂത്രണത്തിന് അധ്യാപികയെ സഹായിക്കാൻ കുട്ടികളുടെ പഠന നേട്ടങ്ങൾ രക്ഷിതാക്കളുമായി പങ്കുവെക്കാൻ, കുട്ടികളെ ഗ്രേഡ് തിരിക്കുന്നതിന്, കുട്ടികളുടെ മികവും പരിമിതിയും സംബന്ധിച്ച സൂചന നൽകി അവരിൽ ആത്മവിശ്വാസം ജനിപ്പിക്കാൻ. എന്തിനാ ഈ നിരന്തര മൂല്യനിർണ്ണയം എന്നതുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാ? സിമ്പിൾ ക്വസ്റ്റ്യൻ, വേഗം പറ. കുട്ടികളെ ഗ്രേഡ് ഇതിൽ ഒറ്റ ഉത്തരേ ഉള്ളൂ അല്ലെ? സി. യെസ്, ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. നിരന്തര മൂല്യനിർണ്ണയം നമ്മൾ ഇതിൽ പഠിക്കും. മൂല്യനിർണ്ണയം തന്നെ പല തരത്തില് നമ്മൾ കുട്ടികൾക്ക് ഓരോ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അല്ലെ? കുട്ടികളെ വിലയിരുത്താൻ പല മാർഗങ്ങളുണ്ട്, പല ടെക്നിക്കുകളുണ്ട്, പല രീതികളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പറഞ്ഞു പോവാം. പക്ഷെ അതിനു മുമ്പ് നിരന്തര മൂല്യനിർണ്ണയം എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് നിരന്തര മൂല്യനിർണ്ണയം നടത്തേണ്ടത്? കുട്ടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം. അപ്പൊ തുടർ പഠനം എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്ന് അധ്യാപികക്ക് മനസ്സിലാവണം. ഇവരൊന്നും പഠിക്കുന്നില്ല, ഇവർക്ക് ധാരണ കുറവാണ്, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താനുണ്ട്, കുറെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ടീച്ചർക്ക് കൃത്യമായ ധാരണ ഉണ്ടാവാൻ മൂല്യനിർണ്ണയം നടത്തും. പിന്നെയോ കുട്ടികളുടെ പഠന നേട്ടങ്ങള് രക്ഷിതാക്കളുമായിട്ട് പങ്കുവെക്കണം അല്ലെ? ഒരു ടീച്ചർക്ക് ഭാവിയുടെ വാഗ്ദാനത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറ്റുന്നത് ടീച്ചേഴ്സ് ആണെന്ന് പറയാ. എന്തുകൊണ്ടാ? കുട്ടികളെ ഏറ്റവും കൂടുതൽ കാണുന്നതും അവരുടെ കഴിവിനെ മനസ്സിലാക്കാൻ പറ്റുന്നതും ടീച്ചേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർമാരെന്ത് ചെയ്യും? കുട്ടികളുടെ കഴിവിനെ കണ്ടുപിടിക്കാനും അവന്റെ മുന്നോട്ട് ഇവന് നല്ല കഴിവുണ്ട്, ഇവൻ ഇന്നതാണ് എന്ന് മനസ്സിലാക്കി അധ്യാപകരെ സഹായിക്കാനും കുട്ടികൾക്ക് ഒരു വഴികാട്ടിയാവാനും നിരന്തര മൂല്യനിർണ്ണയം ആവശ്യമാണ്. പിന്നെയോ കുട്ടികളുടെ മികവുകള് പരിമിതികള് സംബന്ധിച്ച സൂചനയൊക്കെ മനസ്സിലാക്കി അവർക്ക് ആത്മവിശ്വാസം നൽകണമെങ്കിലും ഒരു ടീച്ചർക്ക് നിരന്തരം മൂല്യനിർണ്ണയം വേണം. അല്ലാതെ കുട്ടികളെ ഗ്രേഡ് തിരിക്കുന്നതിനല്ല. അത് ബിഹേവിയറിസത്തിൽ വരുന്നതാണ്, കൺസ്ട്രക്റ്റിവിസത്തിലല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പാഠാസൂത്രണം തയ്യാറാക്കുന്നതുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പഠന നേട്ടങ്ങൾ പരിഗണിക്കണം, കുട്ടികളുടെ മാനസിക നിലവാരം പരിഗണിക്കണം, പഠന സാമഗ്രികളുടെ ഉപയോഗം ഉറപ്പുവരുത്തുന്നതായിരിക്കണം, അധ്യാപകന്റെ അറിവുകൾ മാത്രം പരിഗണിക്കുന്നതായിരിക്കണം. പാഠാസൂത്രണം തയ്യാറാക്കുന്നതുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഉത്തരം അല്ലെ? ഉറപ്പായിട്ട് ഇതിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് വ്യക്തമായി പറയേണ്ടതില്ല. നമ്മൾ പറഞ്ഞു ഇന്ന് ഇൻക്ലൂസീവ് ആണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ്. അപ്പൊ എല്ലാം കുട്ടികളെ കേന്ദ്രീകരിച്ചും കുട്ടികളുടെ മാനസിക നിലവാരവും അവരുടെ പ്രായവും എല്ലാം പരിഗണിച്ചിട്ട് മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അധ്യാപകന്റെ അറിവ് മാത്രം പരിഗണിക്കരുത്. നിങ്ങൾ സ്കൂളിൽ ടൈം ടേബിൾ ഇടുന്നത് പോലും കുട്ടികളുടെ മാനസികാവസ്ഥ ആലോചിച്ചിട്ടല്ലേ? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചാണോ? ഇന്ന പീരീഡ് പഠിക്കുമ്പോൾ കുട്ടിക്ക് ഉറക്കം തൂങ്ങാനുള്ള സാധ്യതയുണ്ട്, കുട്ടി നല്ല ഉണർവ് വന്നിരിക്കുന്ന സമയത്ത് ഇന്ന സബ്ജക്ട് കൊടുക്കാം, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള പ്ലാൻ ഒക്കെ നടത്തിയിട്ടല്ലേ നമ്മൾ ടൈം ടേബിൾ ഇടുന്നത്? അല്ലേ? ആണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ചോദ്യം നോക്കിയേ. താണ്ടെ 9 മണിയായില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണേ. ഇതും കൂടി പറഞ്ഞ് നമുക്കിത് നിർത്താം. 9 മണിക്ക് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കയറാനായില്ലേ? വേഗം നോക്കിക്കോ. മെന്റർ എന്ന നിലയിൽ അധ്യാപകന്റെ ചുമതലകളിൽ പെടാത്തത് ഏത്? ഓരോ കുട്ടിയുടെയും വ്യക്തിപരവും കുടുംബപരവുമായ പശ്ചാത്തലം മനസ്സിലാക്കുന്നു, മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് മെച്ചപ്പെടുത്തുന്നു, കുട്ടികൾക്ക് സ്നേഹവും പരിഗണനയും നൽകുന്ന സഹരക്ഷിതാവുന്നു, കുട്ടികളുടെ മികവുകളും പരിമിതികളും രക്ഷിതാക്കളുമായി പങ്കിടുന്നു. മെന്റർ എന്ന നിലയിൽ അധ്യാപകന്റെ ചുമതലയിൽ പെടാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണല്ലേ? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, മെന്റർ എന്ന് പറഞ്ഞാൽ ആരാ? മെന്റർ കുട്ടികളുടെ വഴികാട്ടിയാണ് അല്ലെ? ഇവിടെ നോക്കി, ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകൻ എന്ന് പറയുന്നത് മെന്റർ ആണ് എന്ന് മാറ്റിയിട്ടുണ്ട്.
ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകൻ ആരാണ്? മെന്റർ ആണ്. ഈ മെന്റർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയുള്ളതായിരിക്കണം? അനുഭവസ്ഥനായ ഒരു മുൻഗാമി എന്ന നിലയിലും അനുകരണീയനായ ഒരു മാതൃക എന്ന നിലയിലും മെന്റർ ഇടപെടൽ നടത്തണം. അതായത് കുട്ടികൾക്ക് എപ്പോഴും മാതൃകയാണ്. എന്നെ കണ്ടു വേണം കുട്ടികൾ വളരാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു റോൾ മോഡൽ ആയിരിക്കണം ഒരു മെന്റർ എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ പ്രായത്തെയും കുട്ടികളുടെ മാനസികാവസ്ഥയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അവരുടെ ഭാവിയിലേക്ക്, അവരുടെ സ്വപ്നത്തിലേക്ക് ചിറക് വിടർത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം മെന്റർ. അങ്ങനെയുള്ള മെന്റർ ആര് തന്നെയാണ്? കുട്ടികളെ അറിയുന്ന അവരുടെ അധ്യാപകരാണ് എന്നാണ് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകനെ മെന്റർ ആക്കിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുന്നത്, രക്ഷകർത്താക്കളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുന്നത്, കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുക, അഭിമുഖം, മെന്റിങ്ങിലൂടെ ഉപദേശം കൊടുക്കുക, വഴി കാണിച്ചു കൊടുക്കുക, പിന്തുണ മെച്ചപ്പെടുത്താനുള്ള അവസരം കൊടുക്കുക. അത്തരത്തിൽ കുട്ടിയെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഒരു അധ്യാപകനെയാണ്. അപ്പൊ ഓരോ കുട്ടിയുടെയും വ്യക്തിപരവും കുടുംബപരവുമായ പശ്ചാത്തലത്തെ മനസ്സിലാക്കുന്നു. മറ്റു കുട്ടികളുമായി താരതമ്യം മെച്ചപ്പെടുത്തല് ഒരിക്കലും ഒരു ടീച്ചറും ചെയ്യരുത്. കുട്ടിക്ക് സ്നേഹവും പരിഗണനയും ഒക്കെ കൊടുക്കുന്ന സഹരക്ഷിതാവുക. കുട്ടികളുടെ മികവും പരിമിതികളും രക്ഷിതാക്കളുമായിട്ട് എന്ത് ചെയ്യുക? പങ്കിടുക. ഇത്രയുമാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്. ഇത്രയുമല്ല, കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നാളത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് പെഡഗോജിയിലെ ബോധനശാസ്ത്രത്തിന് 10 മാർക്ക് സെറ്റ് ആക്കാം. കുറച്ച് സ്പീഡിലൊക്കെ പോയിട്ടുണ്ട്. എന്നാലേ നിങ്ങൾക്ക് ഞാൻ വിചാരിച്ച പോലെ ഇത് തീർക്കാൻ പറ്റൂ. കൃത്യമായിട്ട് മനസ്സിലാക്കാം, പഠിക്കുക. താങ്ക് യു. ടീച്ചറെ സഹപഠിതാവ് എന്നൊരു വാക്ക് കേൾക്കുന്നുണ്ട് ഇപ്പോ. സഹപഠിതാവ് എന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ, കുട്ടി അധ്യാപകരും സഹപഠിതാവായിട്ട് വരാം, കുട്ടികളെയും വരാം. രണ്ടുപേര് തമ്മിൽ സഹകരണ പഠനം. അത് തന്നെ സഹപഠിതാവ് പോലെയാണ്. നമ്മളിപ്പോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് എനിക്ക് ഒരുപാട് ആശയങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, പഠനം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. അതാണ് സഹകരണം, സഹവർത്തിതം, സഹപഠിതാവ്. എല്ലാം ഒരേ മീനിങ്ങിൽ പോകുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചറെ. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം. ക്ലാസ് അവസാനിക്കുന്നു. എല്ലാവർക്കും ലെഫ്റ്റ് ആകാവുന്നതാണ്. താങ്ക് യു ടീച്ചർ. സാർ, ഈ 9ന്റെ ക്ലാസ് ഞങ്ങൾക്കുണ്ടോ? ഇല്ലേ? വേറെ ഇന്ന് ക്ലാസ് ഇല്ല മാത്സ്? ക്ലാസ് കഴിഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇറങ്ങി പോകാവുന്നതാണ്. ക്ലാസ് കഴിഞ്ഞു.